എല്ലാവരും സുഖമല്ലേ? ഞാനിന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. പേര് കേട്ടിട്ട് ഇത് ഫുൾ ബട്ടറിൽ കുക്ക് ചെയ്യുന്ന ഡിഷാണെന്ന് വിചാരിക്കേണ്ട. ബട്ടർ ഒരു പേരിനെ ഇടുള്ളൂ, അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് കാഷ്യൂസും തിക്ക് ക്രീമുമാണ്. ബട്ടർ ചിക്കൻ്റെ പേരെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അരപ്പ് നല്ല സ്മൂത്തായി ബട്ടർ പോലെ ഉണ്ടാവണം. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഞാനിതിന് ബ്രസ്റ്റ് ഫില്ലയാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് നല്ലത്. ഇപ്പോൾ ബ്രസ്റ്റ് ഫില്ലേ ഞാനിങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര തിക്നെസ്സിലും ലെങ്ത്തിലും. ഇതിനകത്തുള്ള വെള്ളം ഫുൾ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം നമുക്ക്. ബാക്കി ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ സവോള, 2 തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ ബൗൾ നിറച്ച് കാഷ്യൂസ്, പിന്നെ ഒരു 300 ml തിക്ക് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, ഇത് മേത്തി ലീവ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുക. അപ്പോൾ വഴറ്റി മിക്സിയിൽ അടിച്ചെടുക്കണം സ്മൂത്തായിട്ട് ബട്ടർ പോലെ. ഇനിയിപ്പോൾ ഈ ചിക്കനിന് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ബട്ടർ ചിക്കൻ ഇങ്ങനെ ഓരോരാളത് ഓരോ കളറായിരിക്കും. യൂഷ്വലി നല്ല ഡീപ്പ് റെഡായിട്ട് കാണാം. എൻ്റേത് കുറച്ച് ഒരു ബ്രൗണിഷ് ഓറഞ്ച് ആയിട്ടാണ് ഉണ്ടാവുക. അതെൻ്റെ ഗരം മസാലയെല്ലാം ഞാൻ മൂപ്പിച്ചെടുക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക്കിനെ പൊടിയായിട്ട് അരിയുക അല്ലെ ചതുക്കുകയോ ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഉള്ളി, തക്കാളി എല്ലാം അരിഞ്ഞു. പിന്നെ ഹോൾ സ്പൈസസ് ആയിട്ട് 2 ബേ ലീവ്സ്, ഒരു വലിയ സ്റ്റിക്ക് സിന്നമൺ, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ഇതെല്ലാം നമുക്ക് ഇട്ട് വഴറ്റേണ്ടതാണ് മസാലയ്ക്ക് വേണ്ടിയിട്ട്. ചിക്കൻ ആയിട്ടുണ്ട്, മാരിനേറ്റ് ആയിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക. അതിങ്ങനെ ഇൻഡിവിജ്വലി എടുത്തിട്ട് ഇങ്ങനെ പരത്തി വെക്കണം. ഇത് ഒന്ന് ആ പിങ്ക് ഷെയ്ഡ് മാറിയാൽ മാത്രം മതി. ഭയങ്കര വല്ലാണ്ട് വേവണ്ട. കാരണം നമ്മൾ ബട്ടർ ചിക്കൻ്റെ അകത്തുള്ള മീറ്റ് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവണം. അതൊരു കുക്കിംഗ് കുറച്ച് ഓവറായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടഫാവും മീറ്റ്. അതുകൊണ്ട് മൈൽഡായിട്ട് കുക്കായാൽ മതി. ഇതെല്ലാം പരത്തി വെച്ചിട്ട് ഒന്ന് ചൂടാവുമ്പം ആ പിങ്ക് ഷെയ്ഡ് മാറും. അപ്പോൾ ഒന്ന് തിരിച്ചപ്പുറത്തേക്ക് ഇടുക. ഇത് ഇപ്പം എരിവൊക്കെ കൂടുതൽ വേണ്ടവർ കൂടുതലിട്ടോ. യൂഷ്വലി ബട്ടർ ചിക്കൻ കുറച്ച് മൈൽഡായിരിക്കും. ടൊമാറ്റോ കുറച്ച് കൂടിയിട്ട് നിൽക്കും. ഇതിപ്പം ഞാൻ 2 ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണ്ടുന്നവർ എടുത്തോ. ഇപ്പം ഇതെല്ലാം മാറ്റി വെക്കാം. ഈ പോട്ടിൽ തന്നെ നമുക്കിനി മസാല വഴറ്റാനിടേണ്ടത്. കണ്ടില്ലേ, ഒരു അര വേവേ ആയിട്ടുള്ളൂ. കാരണം ഇനിയും നമ്മളത് വേവിച്ചെടുക്കുന്നതാണ്. ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി സ്പൈസസ് ആദ്യം ഇടാം. പട്ട ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്കായ്, ഗ്രാമ്പു, പിന്നെ 2 ബേ ലീവ്സ്, ഇതെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാക്കിയതൊന്ന് വഴറ്റി, പിന്നെ സവോളയും തക്കാളിയും ഇട്ടൊന്ന് വഴറ്റുക. ഇത് ഞാൻ നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് എൻ്റേത് കുറച്ച് കളറ് ഡീപ്പായിട്ടുള്ളത്. ഇത്ര ആ കളറ് വേണ്ടെന്നുള്ളവർ കുറച്ച് മൈൽഡായിട്ട് മൂപ്പിച്ചാൽ മതി. പിന്നെ കാഷ്യൂസ് ഇടുക. ഇതിനകത്തുള്ള ക്രീമിനെസ് വരുന്നത് കാഷ്യൂസിനെ കൊണ്ടാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ബാക്കിയുള്ളത് അങ്ങോട്ട് ഇടുക. ഗരം മസാലയും കുറച്ചിടുക. ഗരം മസാല നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, കാരണം ഓൾറെഡി ഹോൾ സ്പൈസസ് ഇട്ടതുകൊണ്ട്. ഈ ഒരു പാകത്തിലാണ് ഇപ്പം എൻ്റെ ഇതായിട്ടുള്ളത്. ഇനി ഇത് തണിയാൻ വെക്കണം. ഫുൾ തണിഞ്ഞിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം.
ഇത് അരച്ചു ഇനി ആ ചിക്കൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഇട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇനി ഒന്ന് തിളക്കാൻ വിടുക. ഒന്ന് നല്ലോണം തിളച്ചോട്ടെ, വല്ലാണ്ട് വേവരുത്. പറഞ്ഞ പോലെ മീറ്റ് നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടണം. നല്ല തിള വരുമ്പോൾ നമുക്കിനി ക്രീം ഒഴിക്കാം. അതൊരു 300 ml ക്രീമായിരുന്നു. അത് ഫുൾ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്രീമൊക്കെ ഒഴിക്കുമ്പോൾ മധുരം എന്നൊന്നും വിചാരിക്കേണ്ട, ഇത് അൺസ്വീറ്റൻ ക്രീമാണ്. അതിനി ഒന്നൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ മേത്തി ലീവ്സ് ഇടാം. ഈ ബട്ടർ ചിക്കൻ്റെ ഫ്ലേവർ എൻഹാൻസ് ആവുന്നത് ഇതിനെ കൊണ്ടാണ്. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇടാം. ഞാനൊരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമില്ല. ക്രീം കൊണ്ടെല്ലാം തന്നെ അത് നല്ല തിക്കും റിച്ചും ആയിട്ടുണ്ടാവും. പിന്നെ കാഷ്യൂസാണ് അതിൻ്റെ ആ ഒരു തിക്നെസ് കൊടുക്കുന്നത്. ഇതിലിപ്പം ഞാൻ മാവ് കൊണ്ട് ദോശ പോലെ ചുട്ടിട്ടാന്നുള്ളത്. റൈസും നാനും പൂരിയും ചപ്പാത്തിയും എല്ലാം നല്ല ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് കേട്ടോ.